ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആടുജീവിതം എന്ന സിനിമ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ പേഴ്സണൽ ഒപ്പീനിയൻ എന്നുള്ളതാണ്. ഇന്നാണെങ്കിൽ മലയാറ്റൂർ തീർത്ഥാടനത്തിനെല്ലാം പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് ഏകദേശം 100 കിലോമീറ്ററോളം വണ്ടിയെല്ലാം ഓടിച്ച് മടുത്തു. ഏകദേശം ഒരു നല്ല രീതി നല്ല ഉറക്കക്ഷീണത്തോടു കൂടിയാണ് വന്നിട്ടാണ് ആടുജീവിതത്തിന് ഫസ്റ്റ് ഷോയ്ക്ക് പോയത്. ചിലപ്പോൾ എ സിയുടെ തണുപ്പൊക്കെ അടിച്ച് കഴിയുമ്പോഴേക്കും ചിലപ്പം മയങ്ങി വീഴും എന്നുള്ള അവസ്ഥയിലാണ് പോയത്. പക്ഷെ എന്നാൽ ഒരു നിമിഷം പോലും കണ്ണടയ്ക്കാനായിട്ട് എനിക്ക് തോന്നിയതേ ഇല്ല. കാര്യം അതുപോലെ നല്ല രീതിയിൽ തന്നെ നമ്മളെ ആ ഒരു പടം ഫുൾ ടൈം നമ്മളെ അതിനകത്ത് പിടിച്ചിരുത്തുകയാണ്. അതായത് ഒരു സർവൈവൽ മൂവി, അതായത് നമുക്കൊരു ഒറ്റ സെന്റൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ബ്യൂട്ടിഫുൾ സർവൈവൽ മലയാളം മൂവി എവർ എന്ന് വേണം പറയേണ്ടത്. അതായത് ഇതുവരെ കണ്ടത് വെച്ച് ഏറ്റവും ബെസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സർവൈവൽ മൂവിയാണ് ആടുജീവിതം, ദ ഗോട്ട് ലൈഫ് എന്നുള്ളത്. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ വായിച്ച് പോകുന്നവർക്ക് ചിലപ്പോൾ ഈ ഒരു സിനിമ ഒരു പൂർണ്ണമായ ഒരു തൃപ്തിപ്പെടുത്തൽ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരുപാട് പരിമിതികളുണ്ട്. സിനിമ എന്നാൽ 2-2.5 മണിക്കൂർ നേരത്തേക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മിസ്സായി പോയിട്ടുണ്ട്. അതായത് നോവൽ വായിച്ചവർക്ക് അല്ലെങ്കിൽ അങ്ങനെ കഥ അറിയാവുന്നവർക്ക് പല കാര്യങ്ങളും മിസ്സായി പോന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും. പിന്നെ ഈ ആടുജീവിതം എന്ന സിനിമയുടെ ഒരു മെയിൻ ഫോക്കസ് പൃഥ്വിരാജ് തന്നെയാണ്. പൃഥ്വിരാജ് എന്ന നടനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാക്സിമം ഔട്ട്പുട്ട് ആണെന്ന് വേണം പറയാം ഈ ഒരു സിനിമ എന്നുള്ളത്. കാര്യം അദ്ദേഹത്തിന്റെ നമുക്ക് ഒരിക്കലും വർണ്ണിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് എത്ര പുകഴ്ത്തിയാലോ അല്ലെങ്കിൽ എന്താ പറയുന്ന അറിയത്തില്ല. കാര്യം അതുപോലത്തെ ലെവലിലാണ് പൃഥ്വിരാജ് എന്നൊരു നടൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ആ ഒരു ബോഡി കാര്യങ്ങളെല്ലാം ഒരു ട്രാൻസ്ഫോർമേഷൻ രീതിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യാനേ പറ്റത്തില്ലാത്ത രീതിയിലാണ് അദ്ദേഹം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തു വെച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് എന്ന നടന്റെ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് ആടുജീവിതം എന്ന ഈ ഒരു മൂവി. ശരിക്കും അദ്ദേഹത്തെ ഗോട്ട് എന്ന് വിളിക്കേണ്ട ആ ഒരു സിനിമ എന്ന് പറയുന്നത് ഈ ഒരു ആടുജീവിതത്തിലൂടെയാണ്. കൂടാതെ ബ്ലെസ്സി എന്ന സംവിധായകന്റെ ഡയറക്ഷൻ കൂടി ആകുമ്പോഴേക്കും ഇമോഷൻസ് സീൻസ് എല്ലാം നല്ല രീതി, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് എമോഷൻ സീൻസുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഒരാളെ നല്ല രീതിയിൽ തന്നെ ടച്ച് ചെയ്തിരിക്കും. അതായത് അത്യാവശ്യം കണ്ണീർ പൊടിക്കാതെ ഒരിക്കലും ആ ഒരു സിനിമ കണ്ട് ഇറങ്ങത്തില്ല. കാര്യം അതുപോലെ ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. അതുപോലെ ബ്ലെസ്സി എന്ന ഡയറക്ടറെ എമോഷൻ സീൻസ് എന്നൊക്കെ പറഞ്ഞ് ഇതിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ കുറച്ച് സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന് ഇതിനു മുമ്പുള്ള പടങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇമോഷൻ സീൻസ് എല്ലാം അദ്ദേഹം വളരെ തന്നെ നീറ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതായത് കാണുന്ന ഒരു പ്രേക്ഷകർക്കുമായിട്ട് നല്ലൊരു കണക്ഷൻ ആ ഒരു സിനിമയുമായിട്ട് എത്തിക്കാൻ അദ്ദേഹം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിലും അതുപോലെ തന്നെ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ പടത്തിന്റെ വിഷ്വൽസ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭാഗം നമ്മുടെ നാട്ടിലെ ഒരു സീൻസുകളുണ്ട്. പിന്നുള്ള മുഴുവൻ മരുഭൂമിയിലെ സീൻസാണ്. അത് മരുഭൂമി എന്ന് പറഞ്ഞാൽ വെറും മരുഭൂമിയാണ്. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ അകത്ത് പോലും വളരെ നീറ്റായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ വിഷ്വൽസ് നമുക്ക് അതിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില പഴയ പടങ്ങൾ കാണുന്ന പോലത്തെ ഒരു രീതിയിലാണ് പടത്തിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ പ്രസന്റ് കാണിച്ചതിന് ശേഷം അതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് പാസ്റ്റ് കാണിക്കും, പിന്നെ നേരെ കണ്ടിന്യൂ ചെയ്ത് പ്രസന്റിലേക്ക് പോകും, പിന്നെ അത് കഴിഞ്ഞ് പാസ്റ്റിലേക്ക് പോകും. അങ്ങനെയുള്ള കണക്ഷൻ രീതിയിലാണ് ഈ ഒരു പടം പോകുന്നത്. എന്നാൽ അതുപോലും ഒരിക്കലും ബോർ അടിപ്പിക്കുന്നില്ല. അതിന്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ്. അതായത് ആ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നിന്ന് പാസ്റ്റിലേക്ക് പോകുന്നതിന്റെ കണക്ഷൻ ഒരു മിസ്റ്റേക്സ് പോലും ഇല്ലാതെ കറക്റ്റ് ആ ഒരു ഫ്ലോയിൽ തന്നെ നമുക്കൊരു മടുപ്പ് തോന്നാത്ത രീതിയിൽ നല്ല ഫ്ലോയിലായിട്ടാണ് ഒരു പാൻ ഇന്ത്യൻ ലെവലിലുള്ള എല്ലാ ഐറ്റവും ഈ ഒരു ആടുജീവിതം എന്ന ഈ ഒരു സിനിമയിലുണ്ട്, ദ ഗോഡ് ലൈഫിന്. അതിന്റെ മെയിൻ കാരണം പൃഥ്വിരാജ് എന്ന ആ ഒരു നടൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ എഫേർട്ട്, അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ ഈ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് BGM ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്ന സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാൽ ഇതിന്റെയൊക്കെ പ്ലേസ്മെന്റ് വളരെ കൃത്യമായിട്ടുള്ളതാണ് പ്ലേസ്മെന്റ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പെരിയോനെ എന്ന സോങ്സ് ഒക്കെ വരുന്ന സമയത്ത് വളരെ എമോഷണൽ ആയിട്ട് നമ്മളെ നല്ല രീതിയിൽ തന്നെ ആ ഒരു സിറ്റുവേഷനുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ VFXനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലം VFX വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ മരുഭൂമി കാണിക്കുന്ന സീൻസുകൾ, അതുപോലെ തന്നെ കഴുകന്മാരുടെ സീൻസുകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മികച്ച ഒരു ഫോൾട്ട് ഉണ്ടാകാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു VFX വർക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു പാട്ടിനിടയ്ക്ക് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ VFX ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്തിനാണ് VFX എന്ന് അറിയത്തില്ല. എന്നാലും അവിടെ VFX അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് അത്ര ഒരു മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. തിയേറ്ററിൽ കാണുന്നതുകൊണ്ട് തന്നെ അത്ര ചെറിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ പൃഥ്വിരാജിനൊപ്പം തന്നെ ഒരു കാസ്റ്റിംഗ് ചെയ്ത ഹക്കീം എന്ന ഒരു കാസ്റ്റ് ചെയ്ത ഹക്കീം എന്ന കഥാപാത്രത്തിന്റെ അവസാന ഭാഗത്തേക്ക് കാണിക്കുന്ന കുറെ സീൻസ് ഉണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഈ ഗോകുൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നജീബ് എന്ന വ്യക്തി ഗൾഫിലേക്ക് ചെല്ലുന്ന കുറച്ച് ഭാഗങ്ങൾ, നാട്ടിലെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള പാസ്റ്റ് അതുപോലെ തന്നെ പ്രസന്റ് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സംഭാഷണങ്ങളൊക്കെ വളരെ കുറവാണ്. നമുക്ക് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ കുറച്ച് കൂടുതൽ നമുക്ക് ഈ ഒരു സംഭാഷണ കാര്യങ്ങൾ കാണാം. സെക്കൻഡ് ഹാഫ് വരുമ്പോഴേക്കും ഇത്രയും പോലും സംഭാഷണങ്ങൾ കാണത്തില്ല. കാര്യം കൂടുതലും ആ ഒരു സംഭാഷണത്തെക്കാട്ടും കൂടുതൽ പടത്തിന്റെ ആ ഒരു അഭിനയം അല്ലെങ്കിൽ ആ പടത്തിന്റെ വിഷ്വൽസിലാണ് കുറച്ചുകൂടെ പ്രാധാന്യം എന്ന് തോന്നിയിട്ടുണ്ട്. കാര്യം സംഭാഷണം സാധാരണ ഒരു സിനിമ വെച്ച് നോക്കുമ്പോഴേക്കും സംഭാഷണമൊക്കെ വളരെ കുറവ് തന്നെയാണ്. ഉള്ളതാണെങ്കിൽ പോലും അറബിയിലും ഒക്കെ ആണെങ്കിൽ അതാണെങ്കിൽ പോലും അധികം സബ് ടൈറ്റിൽസ് ഇല്ലാത്ത സീൻസുകളൊക്കെയാണ്.
അതുകൊണ്ട് തന്നെ ഒരു പക്ക റിയൽ ലൈഫ് സ്റ്റോറി എന്ന് പച്ചയ്ക്ക് അങ്ങ് കാണിച്ചിരിക്കുന്ന ഒരു ലൈഫായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് അതിൻ്റെ അകത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മറ്റു കാര്യങ്ങളൊന്നും ചേർക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അല്ല പക്ക ആയിട്ട് തന്നെ ഒരു നാച്ചുറൽ ആയിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ മുഴുവനായിട്ട് കാണിച്ചിരിക്കുന്നത്. സർവൈവൽ മൂവി എന്ന് പറയാനായിട്ട് സെക്കൻഡ് ഹാഫ് ആണ് ടോട്ടലി ഒരു സർവൈവൽ മൂവിയുടെ ഭാഗത്തേക്ക് മുഴുവൻ ചെല്ലുന്നത്. നമുക്ക് സെക്കൻഡ് ഹാഫ് ആണ് ഏറ്റവും മികച്ച എനിക്ക് തോന്നിയത് സെക്കൻഡ് ഹാഫ് തന്നെയാണ്. ആ ഒരു സർവൈവൽ വളരെ വളരെ ഏറ്റവും കൂടുതൽ അതായത് പൃഥ്വിരാജ് എന്ന നടന്റെ ഏറ്റവും ബെസ്റ്റ് കാണാൻ സാധിക്കുന്നത് സെക്കൻഡ് ഹാഫിലൂടെയാണ്. പക്ഷെ എന്നാൽ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഒരു സർവൈവൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡെപ്ത് ആയിട്ട് കാണിക്കാനായിട്ട് കുറെ ദിവസങ്ങൾ എടുക്കുന്ന കുറെ സീൻസാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ തന്നെ സമയം എടുത്താണ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചിലർക്ക് അതൊരു ലാഗ് ഫീൽ ചെയ്യും. കാര്യം അതൊരു കുറച്ച് ലെന്തി ആയിട്ട് കാണിക്കുന്ന ഒരു ഭാഗമാണ് ആ ഒരു സർവൈവൽ ആ ഒരു സീൻസ് എന്നുള്ളത്. കാര്യം അത്രയ്ക്കും ഇമോഷണൽ ആയിട്ടുള്ള ടച്ച് വരാണ്ട് അതായത് റിയൽ ലൈഫിൽ അദ്ദേഹം അതിൽ കൂടുതൽ എടുത്ത് കാണും. എങ്കിൽ പോലും അത്രത്തോളം കാണിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ലെന്ത് എടുക്കുന്ന ആ ഒരു ഭാഗമാണ് സെക്കൻഡ് ഹാഫ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചിലർക്ക് മാത്രം അത് ഒരു ലാഗ് ആയിട്ടോ അല്ലെങ്കിൽ പുതിയ പടങ്ങൾ മാസ് പടങ്ങളൊക്കെ കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ അതൊരു സ്ലോ പേസിൽ ഉള്ളതുകൊണ്ട് തന്നെ ചിലർക്ക് അതൊരു ലാഗ് ഫീൽ ചെയ്യാം, ബോറാന്നൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കാം. പ്രത്യേകിച്ച് അങ്ങനെയുള്ളവർക്കുള്ള പടം തന്നെയല്ല ഇത് എന്നുള്ള കാര്യം. മാസമായിട്ടൊന്നും ആരും പ്രതീക്ഷിച്ച് പോകുന്നു വേണ്ട. പിന്നെ ഇതൊരു തിയേറ്റർ വാച്ചബിൾ മൂവി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്റ്റ് തിയേറ്റർ വാച്ചബിൾ മൂവി തന്നെയാണ്. കാര്യം ഇതിൻ്റെ അകത്തെ വിഷ്വൽസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ആ ഒരു സീൻസ് പൃഥ്വിരാജിന്റെ അത്രയും അഭിനയ മികവെല്ലാം കാണുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്താൽ മാത്രം നമുക്ക് ആ ഒരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴേ നമുക്ക് അത്രത്തോളം ടച്ചിങ് ഒരു ഹെയർ ടച്ചിങ് ആയിട്ടും അതുപോലെ തന്നെ ആ ഒരു ഇമോഷൻസ് ഒക്കെ നമുക്ക് കണക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബിഗ് സ്ക്രീനിൽ തന്നെ കാണാം. അതുപോലെ ഒരു എഫക്റ്റ് കാര്യം തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ഗോട്ടിന്റെ ഈ ഒരു ഗോൾ ലൈഫ് കാണണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി തിയേറ്ററിൽ തന്നെ പോയി കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്.